നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടത്തിലാണ്. സത്യത്തെക്കാൾ അസത്യം അരങ്ങ് തകർത്ത് വാഴുന്ന ഒരു കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. സത്യത്തെ അസത്യമാക്കാനും അസത്യത്തെ സത്യമാക്കാനും ഇരുട്ടിനെ പ്രകാശമാക്കാനും പ്രകാശത്തെ ഇരുട്ടാക്കാനും ഇന്ന് മാധ്യമങ്ങൾക്ക് കഴിയും. അന്വേഷണം ഇവിടെ തുടങ്ങുന്നു. ഒരു കാലത്ത് സത്യത്തിന് സാക്ഷ്യം വഹിച്ച് പീഡിപ്പിക്കപ്പെട്ട് കടന്നുപോയ ധാരാളം വൈദികർ കത്തോലിക്ക സഭയിലുണ്ട്. അവരിൽ ഒരാളാണ് ബെനഡിക്ട് ഓണംകുളത്തച്ഛൻ. ഇന്ന് ഈ അച്ഛൻ്റെ കല്ലറയിൽ പ്രാർത്ഥിക്കാനായി അനേകായിരങ്ങൾ കടന്നു വരുന്നു എന്നതാണ് പലരിലും അസ്വസ്ഥത ഉണ്ടാക്കുന്നത്. കൊലപാതകിയായ ഒരു വ്യക്തിയുടെ മാധ്യസ്ഥം എന്തിന് തേടുന്നു എന്നതാണ് പലരുടെയും ആവലാതി. ആരായിരുന്നു ബെനഡിക്ട് അച്ഛൻ? ചങ്ങനാശ്ശേരി മെത്രാപ്പൊലീത്തൻ വികാരിയത്തിൻ്റെ കീഴിൽ ഒരു പുരോഹിതനായി 1959 മാർച്ച് 21 അച്ഛൻ അഭിഷിക്തനാകുന്നത്. ഒറ്റുകൊടുത്തവൻ്റെയും തള്ളിപ്പറഞ്ഞവൻ്റെയും ഉപേക്ഷിച്ചുപോയവരുടെയും മധ്യത്തിൽ വിശുദ്ധ കുർബാനയായവൻ്റെ ജീവനുള്ള സാന്നിധ്യത്തിന് മുൻപിൽ ഒരു ഹോമബലിയാകുവാൻ തീരുമാനിച്ചുറച്ച് ഇടവക ദേവാലയ ബലിപീഠത്തിൽ വിശുദ്ധ ബലിയർപ്പിച്ചു. സഹനത്തിൻ്റെ ഹാസം മട്ടുവരെ പാനം ചെയ്തു. നിത്യപുരോഹിതൻ്റെ വഴിയെ യാത്ര ചെയ്യുവാൻ ഉറച്ച് ഒരു വിശുദ്ധ ജീവിതം നയിച്ച വൈദികൻ്റെ ജീവിതയാത്ര. എന്താണ് പൗരോഹിത്യം? ക്രിസ്തുവിൻ്റെ രക്ഷയുടെ രഹസ്യങ്ങൾ പ്രഘോഷിക്കുവാനും പങ്കുവയ്ക്കുവാനുമുള്ള വിളിയാണ് ഒരു ക്രിസ്തീയ പുരോഹിതൻ്റേത്. അത് ഇന്നലെയോ തുടങ്ങിയതല്ല, അപ്പോസ്തലന്മാരിൽ നിന്ന് തുടങ്ങിയതാണ്. നാം 54 വർഷം പിറകോട്ടേക്ക് പോവുകയാണ്. 1966 കാലഘട്ടത്തിൽ കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട മാടത്തെരുവി മന്ദമരുതി മറിയക്കുട്ടി കൊലക്കേസ്. മാടത്തെരുവിയിലെ തേയിലത്തോട്ടത്തിൽ ശരീരത്തിൽ കുത്തുകളേറ്റതിന്റെ മുറിപ്പാടുകളും തലയിൽ ചതവോടുകൂടിയ ഒരു സ്ത്രീയുടെ മൃതശരീരം കാണപ്പെട്ടു. അന്ന് കേരളത്തിൽ ഏറെ കോളിളക്കമുണ്ടാക്കിയ ഒരു കൊലക്കേസിന്റെ ആരംഭമായിരുന്നു അത്. അന്വേഷണങ്ങൾക്കൊടുവിൽ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ആദ്യമായി ഒരു പുരോഹിതൻ കൊലക്കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അന്ന് കൊലക്കുറ്റം ചാർത്തപ്പെട്ട ബെനഡിക്ട് ഓണംകുളം അച്ഛനെയാണ് സത്യാന്വേഷി എന്ന ഈ പ്രോഗ്രാമിൽ അവതരിപ്പിക്കുന്നത്. തൻ്റെ ശുശ്രൂഷ ജീവിതത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിച്ച് മാടത്തെരുവിക്കടുത്തുള്ള കണ്ണമ്പള്ളി ദേവാലയത്തിലെ ശുശ്രൂഷ പൂർത്തീകരിച്ചാണ് 1962 മെയ് മാസത്തിൽ അച്ഛൻ ആലപ്പുഴ ചക്കരക്കടവ് പള്ളിയിൽ വികാരിയായി എത്തുന്നത്. സാധുജനങ്ങൾക്കായി സാമൂഹ്യ പ്രവർത്തനവും നടത്തുന്ന ഒരു സെൻറ്റർ പള്ളിയോട് ചേർന്ന് ഉണ്ടായിരുന്നു. ആ ശുശ്രൂഷയുടെ ചുമതലയും നിർവഹിച്ചിരുന്നത് അച്ഛനാണ്. മാസം തോറും ഗോതമ്പും പാൽപ്പൊടിയുമൊക്കെ അവിടെ വിതരണം ചെയ്യാറുണ്ട്. സാധുക്കളോട് അതിരിട്ട കരുണ അച്ഛനുണ്ടായിരുന്നതായി സത്യാന്വേഷി മനസ്സിലാക്കിയിരുന്നു. അവരുടെ വേദനകളും വിഷമതകളും കണ്ട് അവർക്ക് ആശ്രയമായി മാറുകയായിരുന്നു ഈ അച്ഛൻ. ഓണംകുളത്തച്ഛനെ ഞങ്ങളെ മനസ്സിലൊന്ന് കണ്ടിരുന്നത് വളരെ ഐഡിയലായിട്ടുള്ള സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ വൈദികൻ. ബെനഡിക്ട് അച്ഛനെ ആളുകളന്ന് കണ്ടിരുന്നത് ഒരു വിശുദ്ധനായ വൈദികനായിട്ടാണ്. ഈ സമയത്താണ് ആലപ്പുഴ അവലൂക്കും ദേശത്ത് നിന്ന് മറിയമ്മ എന്ന സുന്ദരിയായ മറിയക്കുട്ടി അച്ഛനെ കാണാനായി എത്തുന്നത്. എന്തെങ്കിലും സഹായം പള്ളിയിൽ നിന്ന് കിട്ടുന്നതിന് വേണ്ടിയാണ് അച്ഛൻ്റെ മുമ്പിൽ മറിയക്കുട്ടി വന്നത്. കിടപ്പിലായ ഭർത്താവും 3 മക്കളും അടങ്ങുന്ന തൻ്റെ കുടുംബത്തിൻ്റെ നിസ്സഹായാവസ്ഥ മറിയക്കുട്ടി അച്ഛനെ അറിയിച്ചു. അച്ഛൻ മറിയക്കുട്ടിയെ ശ്രദ്ധാപൂർവം കേട്ടു. മാസത്തിൽ സൗജന്യമായി കിട്ടിയിരുന്ന ഗോതമ്പും പാൽപ്പൊടിയും വാങ്ങാൻ പള്ളിയിലെത്തുമ്പോഴെല്ലാം മറിയക്കുട്ടി തൻ്റെ സങ്കടങ്ങൾ അച്ഛനോട് പറയുന്നത് തുടർന്നിരുന്നു. മറിയക്കുട്ടിയുടെ ദുസ്സഹമായ ജീവിതം നേരിൽ കണ്ട് ബോധ്യപ്പെട്ട അച്ഛൻ പള്ളിയിൽ നിന്ന് സഹായം അവൾക്ക് ഏർപ്പാടാക്കി കൊടുത്തിരുന്നു. കുട്ടികളുടെ പഠനത്തിനും ഭർത്താവിൻ്റെ ചികിത്സയ്ക്കുമായി ഒരു ചെറിയ സഹായം. ആ കുടുംബത്തിൻ്റെ നിസ്സഹായാവസ്ഥ അച്ഛൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. അച്ഛൻ ഒത്തിരി നന്മ ചെയ്യുന്ന ഒരു അച്ഛനായിരുന്നു. ഈ അച്ഛൻ വഴി ഈ മറിയക്കുട്ടിക്ക് ചില സഹായങ്ങൾ കിട്ടിയിരുന്നു. ആടുകളെ അടുത്തറിയുന്ന ഇടയനാണ് നല്ല ഇടയൻ. ഓരോ ഇടവക വികാരിയും പൊതുപിതാവാണ്. ആ പിതാവിൻ്റെ എല്ലാ ഗുണങ്ങളും ബെനഡിക്ട് അച്ഛനിൽ പ്രകടമായിരുന്നുവെന്നും സത്യാന്വേഷി കണ്ടെത്തിയിരുന്നു. മറിയക്കുട്ടിയുടെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കിയ അച്ഛൻ ആലപ്പുഴയിലെ കയർ ഫാക്ടറിയിലെ മുതലാളിയോട് മറിയക്കുട്ടിക്കൊരു ജോലി തരപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടു. ആ ശുപാർശ പരിഗണിച്ച് അവൾക്ക് അവിടെ ജോലി ലഭിച്ചു. അവിടെ വെച്ച് മുതലാളിയുമായി അടുപ്പത്തിലായ മറിയക്കുട്ടി ഗർഭിണിയാവുകയും ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. ഈ സമയത്ത് മറിയക്കുട്ടിയുടെ കുടുംബത്തിൽ കലഹം നിത്യസംഭവമായി മാറി. മറിയക്കുട്ടിക്ക് ജാരസന്ധി ഉണ്ടായതിനാൽ ഭർത്താവ് തൻ്റെ ആദ്യ ഭാര്യയുടെ മകളോടൊപ്പം പോയി എന്ന് പറയപ്പെടുന്നു. അതോടെ മറിയക്കുട്ടി കൂടുതൽ സ്വതന്ത്രയായി. മുതലാളിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവൾ നീങ്ങി. ഇതിനിടയിൽ വീണ്ടും അവൾ ഗർഭിണിയായി. ഈ വിവരം അറിഞ്ഞ മുതലാളി അവളെ ഭ്രൂണഹത്യയ്ക്ക് നിർബന്ധിച്ചു. മറിയക്കുട്ടി അതിന് സമ്മതം കൊടുത്തിരുന്നില്ല. എന്നാൽ നിരന്തരമായ സമ്മർദ്ദത്തിന് വഴങ്ങി അവൾ സമ്മതിച്ചു.
മുതലാളി തൻ്റെ സുഹൃത്തായ ഡോക്ടറെ സമീപിച്ച് ഭ്രൂണഹത്യ നടത്തി. ഭ്രൂണഹത്യക്കിടെ മറിയക്കുട്ടി മരിച്ചു. രാത്രിയുടെ നിശബ്ദയുടെ യാമങ്ങളിൽ തൻ്റെ ജീപ്പിൽ മാടത്തെരുവി എന്ന തേയിലത്തോട്ടത്തിൽ ജഡം കൊണ്ടിട്ടു. കൊലപാതകമാണ് എന്ന് വരുത്തി തീർക്കാൻ ആ ശരീരത്തെ കുത്തി മുറിവേൽപ്പിക്കുകയും കല്ലുകൊണ്ട് തലയ്ക്കടിക്കുകയും ചെയ്തു. യാതൊരു ഭാവഭേദമില്ലാതെ ആ മുതലാളി തിരികെ പോന്നു എന്നാണ് സത്യാന്വേഷിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് 1966 ജൂൺ മാസത്തിലാണെന്ന് ഓർക്കുക. ആ സമയത്ത് ബെനഡിക്ട് അച്ഛൻ ചങ്ങനാശ്ശേരി സെൻറ്റ് ജോസഫ് ഓർഫനേജിൻ്റെയും പ്രസിൻ്റെയും മാനേജരായി സേവനം ചെയ്തു വരികയായിരുന്നു. 1962 മെയ് മുതൽ 1964 മെയ് വരെയായിരുന്നു ചക്രക്കടവ് പള്ളിയിൽ വികാരിയായി ശുശ്രൂഷ ചെയ്തത്. ആ സമയങ്ങളിൽ മറിയക്കുട്ടിയും മുതലാളിയും തമ്മിൽ തെറ്റായ ബന്ധങ്ങൾ നടക്കുന്നതായി അച്ഛൻ മനസ്സിലാക്കിയിരുന്നു. എന്നാൽ ഉത്തമ വൈദികൻ എന്ന നിലയിൽ കുമ്പസാര രഹസ്യത്തിൻ്റെ പവിത്രത കാത്തു സൂക്ഷിച്ചുകൊണ്ട് അച്ഛൻ മുതലാളിയോട് സംസാരിക്കുകയും മറിയക്കുട്ടിയെ സാമ്പത്തികമായി സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അതിന് പ്രകാരം എല്ലാ മാസവും ഒരു തുക മറിയക്കുട്ടിക്ക് കൊടുക്കാൻ മുതലാളി അച്ഛനെ ഏൽപ്പിക്കുകയും ചെയ്തു പോന്നിരുന്നു. അത് കൃത്യമായി മറിയക്കുട്ടി അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിപ്പോകുമായിരുന്നു എന്നാണ് സത്യാന്വേഷിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നീട് അച്ഛൻ ചങ്ങനാശ്ശേരിക്ക് സ്ഥലം മാറിപ്പോന്നു. എങ്കിലും മുതലാളി മാസം തോറുമുള്ള പണം മറിയക്കുട്ടിക്ക് നൽകുവാനായി അച്ഛനെ ഏൽപ്പിച്ചിരുന്നു. കൊലപാതക ശേഷവും ഇതെല്ലാം ബെനഡിക്ട് അച്ഛനെ ഈ കേസിലേക്ക് വലിച്ചിഴയ്ക്കാൻ മുതലാളി കരുക്കളാക്കി. ബെനഡിക്ട് അച്ഛൻ മറിയക്കുട്ടിയെ സഹായിച്ചിരുന്നു എന്നത് ആ ചുറ്റുപാടിൽ പലർക്കും അറിവുള്ള കാര്യമാണ്. ഈ വിവരങ്ങളെല്ലാം കൃത്യമായി മുതലാളി മനസ്സിലാക്കി വെച്ചിരുന്നു. കുംസാരത്തിൻ്റെ വിശുദ്ധിയും മഹത്വവും ഔന്നത്യവും ഉള്ളിൽ ആലേഖനം ചെയ്യപ്പെട്ട വൈദികൻ പല രഹസ്യങ്ങളും വ്യക്തമായി അറിയാമെങ്കിലും അതെല്ലാം വിശുദ്ധമായ രഹസ്യമായി തന്നെ സൂക്ഷിക്കേണ്ടി വന്നു എന്നത് ഇത്തരുണത്തിൽ ഓർക്കുന്നത് നല്ലത്. അച്ഛന് ഈ സംഭവം ഇതാരാ കുറ്റം ചെയ്തതെന്ന് അറിയാമായിരുന്നു. അച്ഛൻ പുറത്ത് പറഞ്ഞില്ല. അതായത് കുമ്പസാര രഹസ്യം പുറത്ത് പറഞ്ഞില്ല. അച്ഛൻ ആദ്യം മുതലേ അറിയായിരുന്നു ഇതാരാ ചെയ്തതെന്ന്. അച്ഛൻ മിണ്ടിയില്ല. അത് കുമ്പസാര രഹസ്യമാണ്. കത്തോലിക്ക വൈദികന് കുമ്പസാര രഹസ്യത്താൽ ബന്ധിതനാണ് എന്ന യാഥാർത്ഥ്യമാണ്. മുതലാളി സ്വാധീനവും പണവും ഉപയോഗിച്ച് ഈ കുറ്റം അച്ഛനിലേക്ക് ചാർത്താൻ തന്ത്രം മെനഞ്ഞു. അതിനുവേണ്ട ഒത്താശകൾ ചെയ്തുകൊണ്ട് നിയമവും അയാൾക്കൊപ്പം നീങ്ങി. ഈ കൊലക്കേസിൽ അച്ഛനെ നിർബന്ധമായും കൊടുക്കാനുള്ള ആസൂത്രിതമായ നീക്കം നടന്നിരുന്നുവെന്ന് സത്യാന്വേഷി കണ്ടെത്തിയിരുന്നു. അച്ഛനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ച് സാക്ഷികളെ മുൻകൂട്ടി തയ്യാറാക്കി അലക്കാൻ ഏൽപ്പിച്ച വസ്ത്രങ്ങളിൽ ചിലത് കൈക്കലാക്കിയതിന് ശേഷം അച്ഛനെ പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. എന്നിട്ട് ജയിൽ പുള്ളി ധരിക്കുന്ന വസ്ത്രം അച്ഛനെ ധരിപ്പിച്ച് ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത വിധം നാടകീയമായ രീതിയിൽ 1966 ജൂൺ 24 മറിയക്കുട്ടി കൊലക്കേസിൽ പ്രതിയാക്കി കൊല്ലം പോലീസ് സ്റ്റേഷനിലെത്തിച്ച് അറസ്റ്റ് ചെയ്തു. പൊടുന്നനെ പെട്ടെന്ന് വാർത്ത പരന്നു, മറിയക്കുട്ടി കൊലക്കേസിൻ്റെ 1-ാം പ്രതി ബെനഡിക്ട് അച്ഛനാണ് എന്ന്. ഈ സംഭവം ഭയങ്കരമായി കേരള സമൂഹത്തെ മുഴുവൻ, സഭയെ മുഴുവൻ ഒലച്ചിലിൽ കൊണ്ട് എത്തിച്ചു എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏറ്റവും കൂടുതൽ വേദനിച്ചത് കാവുകാട്ട് പിതാവാണ്. പക്ഷേ ഇത് പ്രതിസ്ഥാനത്തേക്ക് എത്തി നിൽക്കുന്നതിന് മുമ്പ് അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. അന്വേഷണത്തിന് പോലീസ് ഉദ്യോഗസ്ഥർ വന്നതായിട്ട് ഞങ്ങൾ പറഞ്ഞു. പക്ഷെ അച്ഛൻ അതേക്കുറിച്ച് ഒട്ടും കോഴ്സിലില്ലായിരുന്നു. പിന്നെ എങ്ങനെയോ അച്ഛനെ കൂട്ടിക്കൊണ്ടുപോയ ഒരു വക്കീൽ കൊണ്ടുചെന്ന് കഴിഞ്ഞപ്പോൾ അറസ്റ്റ് ചെയ്യാനുണ്ടായത്. അച്ഛൻ്റെ ഡ്രസ്സ് ഇവിടെ കൊണ്ട് ഇട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ തെളിവുകളെല്ലാം അച്ഛനെതിരായിട്ട് റാന്നി പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തു. പിറ്റേ ദിവസത്തെ പത്രമാധ്യമങ്ങൾ അത് വലിയ വാർത്തയാക്കി. കത്തോലിക്ക സഭ ഞെട്ടി. തലനാരിഴ വ്യത്യാസമില്ലാത്ത തെളിവുകളാണ് കോടതിയിൽ ഹാജരാക്കപ്പെട്ടത് എന്ന കാര്യം ഇവിടെ ഓർക്കപ്പെടേണ്ടതുണ്ട്. അത്ര സൂക്ഷ്മതയോടെയാണ് ആ വന്യവൈദികനെ കുടുക്കിയെടുക്കാനായി തെളിവുകൾ മെനഞ്ഞത്. ഒരു കാര്യം സത്യാന്വേഷിക്ക് ഇവിടെ പറയേണ്ടിയിരിക്കുന്നു. സാഹചര്യ തെളിവ് മാത്രമായി കേസ് കോടതി തള്ളാതിരിക്കാൻ ക്രൂരമായ 3-ാം മുറ പ്രയോഗിച്ചുകൊണ്ട് ആ കുറ്റം ഏറ്റെടുക്കുവാൻ അച്ഛനെ പ്രേരിപ്പിച്ചു. എനിക്കൊന്നും അറിയില്ല എന്ന് മാത്രമാണ് അച്ഛൻ ആ സമയങ്ങളിൽ പറഞ്ഞത്. കാൽവരിയുടെ നെറുകയിൽ 3 ആണികളിൽ പിടഞ്ഞ ക്രൂശിതൻ്റെ ജീവസുറ്റ സാന്നിധ്യം ബെനഡിക്ട് അച്ഛനെ ഉള്ളിനെ സ്വാന്തനപ്പെടുത്തി, ശക്തിപ്പെടുത്തി എന്നത് പിന്നീടുള്ള അച്ഛൻ്റെ ജീവിതത്തിൽ നിന്ന് ബോധ്യപ്പെട്ടിരുന്നു. സാഹചര്യ തെളിവുകളെ മാത്രം അടിസ്ഥാനപ്പെടുത്തി ഒരു പുരോഹിതനെ മരണം വരെ തൂക്കിലിടാൻ കൊല്ലം സെഷൻസ് ജഡ്ജി കുഞ്ഞിരാമൻ വൈദ്യർ വിധിക്കുന്നു. ഈ വാർത്ത വലിയ ചർച്ചയായി.
പുരോഹിതന്മാർക്ക് വെളിയിലിറങ്ങാൻ കഴിയാത്ത സാഹചര്യം. ബസ്സിൽ യാത്ര ചെയ്താൽ അപമാനം. ഈ നാണക്കേട് സഹിക്കാൻ കഴിയാതെ വൈദിക വിദ്യാർത്ഥികളായ പലരും തിരിച്ചുപോയി. സെൻട്രൽ ജയിലിൽ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ബെനഡിക്ട് അച്ഛന് ആരോടും പരാതിയില്ല, പരിഭവമില്ല. പ്രാർത്ഥനയിൽ മാത്രം ആശ്രയിച്ച് ദിവസങ്ങൾ തള്ളി നീക്കി. തികഞ്ഞ ശാന്തതയായിരുന്നു ആ മുഖത്ത്. ജയിലധികാരികൾ അത് ശ്രദ്ധിക്കുകയും പിന്നീട് പലരോടായി പങ്കുവെക്കുകയും ചെയ്തതായി സത്യാന്വേഷിക്ക് ബോധ്യപ്പെടാൻ കഴിഞ്ഞു. സെഷൻസ് കോടതി എന്ന് പറയുന്നത് അന്ന് കൊല്ലമാണ്. ഈ റാന്നി ഇപ്പം പത്തനംതിട്ടയാണേലും അന്ന് കൊല്ലത്തിൻ്റെ ഭാഗമായിരുന്നു. അങ്ങനെ കൊല്ലം സെഷൻസ് കോടതിയിൽ ട്രയൽ നടന്നു. ചീഫ് സെക്രട്ടറി ഭരത് ഭൂഷൻ്റെ പിതാവായിരുന്നു അന്നത്തെ സെഷൻസ് ജഡ്ജി. ആ കേസ് ശിക്ഷിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്, ഞാൻ മനസ്സിലാക്കിയത് അനുസരിച്ച്, അദ്ദേഹത്തിന് ഈ കൊല്ലത്ത് വെച്ച് നല്ല പോലെ പോലീസിൻ്റെ ഉപദ്രവം കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫസ്റ്റ് ഹാൻഡ് എവിഡൻസ് അല്ല, ഹിയർസേ ആണ്, മറ്റുള്ളവരിൽ നിന്ന് കേട്ടുള്ള അറിവാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു നാടകം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യവും ഓർക്കാവുന്ന ഒരു കാര്യമാണ്. സെൻറ്റർ ഫ്രെയിം മാന്നാനത്ത് പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒരു നാടകം അഭിനയിച്ചു. ഇതുപോലെ തന്നെ ഇതേ രീതിയിൽ ഒരു ചെയ്യാത്ത കുറ്റത്തിന് വിധിക്കപ്പെട്ട് ഒരു നായകനായി അഭിനയിച്ച ഒരു കാര്യം പിന്നീട് അറിയുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അന്ന് നാടകത്തിൽ അഭിനയിച്ച കാര്യം ജീവിതത്തിൽ യാഥാർത്ഥ്യമായിട്ട് മാറി എന്നതാണ് സത്യം. അന്ന് ജയിലിൽ കിടന്നുകൊണ്ട് മാതാപിതാക്കൾക്ക് എഴുതിയ കത്ത് ഇങ്ങനെയായിരുന്നു: നവവൈദികൻ എന്ന നിലയിൽ എൻ്റെ കരങ്ങൾക്ക് എന്തു പരിശുദ്ധി ഉണ്ടായിരുന്നു, ആ പരിശുദ്ധി ഇന്നും നിലനിൽക്കുന്നു എന്നാണ് മാതാപിതാക്കൾക്ക് അച്ഛൻ എഴുതിയ കത്തിൽ വ്യക്തമാക്കുന്നത്. വേദനയോടുകൂടി അദ്ദേഹം ജയിലിൽ നിന്ന് അപ്പനും അമ്മയ്ക്കുമായിട്ട് എഴുതിയൊരു കത്ത്, ഹൃദയാവർജകമായൊരു കത്ത് പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ജയിലിൽ നിന്ന് എഴുതിയ കത്തിൽ ഒരു വാചകം എപ്പോഴും മറക്കാതെ എൻ്റെ മനസ്സിലുണ്ട്. അച്ചാച്ചനോടും അമ്മച്ചിയോടും പറയുകയാണ്: അച്ചാച്ചനും അമ്മച്ചിയും വിഷമിക്കരുത്, എനിക്ക് മറിയക്കൂട്ടിൽ നിന്നല്ല, ഭൂമുഖത്ത് ഒരു സ്ത്രീയിലും ഒരിക്കൽ പോലും ഒരു കുട്ടി ജനിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതുകുറിച്ച് അച്ചാച്ചനും അമ്മച്ചും ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. പിന്നീട് നാളുകൾ കടന്നുപോയി. അച്ഛൻ എപ്പോഴും പറയുന്ന വാക്കാണ് ദൈവപരിപാലനയിൽ ആശ്രയിക്കുക എന്ന്. ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്തയായിരുന്ന മാർ മാത്യു കാവുകാട്ട് പിതാവിൻ്റെ പ്രത്യേക താല്പര്യത്താൽ അച്ഛൻ്റെ സഹോദരനായ സെബാസ്റ്റ്യനച്ചനും അനിയൻ ഔസേപ്പച്ചനും കൂടി നിയമയുദ്ധം നടത്തി. എല്ലാ പരീക്ഷണങ്ങളും അതിജീവിക്കുവാൻ ദൈവത്തിൻ്റെ കരങ്ങൾ അവരുടെ കൂടെ നിന്നു. ഹൈക്കോടതിയിൽ ഹേസത്തി, സുപ്രീം കോടതിയിലെ പ്രഗത്ഭനായ വക്കീൽ അഡ്വക്കേറ്റ് ചാരി കേസ് വാദിക്കാൻ എത്തുന്നു. കീഴ്ക്കോടതി തന്ത്രപൂർവ്വം മെനഞ്ഞെടുത്ത തെളിവുകളുടെ വൈരുദ്ധ്യം അദ്ദേഹം തുറന്നുകാട്ടി. പ്രോസിക്യൂഷൻ പോരാളിയും നിസ്സാരക്കാരനായിരുന്നില്ല. വടക്കൂട്ട് നാരായണ മേനോൻ. എല്ലാവരും ബഹുമാനപൂർവ്വം ആദരിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു വടക്കൂട്ട് നാരായണ മേനോൻ. അദ്ദേഹത്തിൻ്റെ എല്ലാ വാദങ്ങളും തള്ളിക്കൊണ്ട് കീഴ്ക്കോടതിയിലെ വിധിന്യായങ്ങൾ ചില്ലുകൊട്ടാരം പോലെ ചിതറിത്തെറിച്ചു. 1967 ഏപ്രിൽ 7 ബഹുമാനപ്പെട്ട ഹൈക്കോടതി കീഴ്ക്കോടതി വിധിയെ അസ്ഥിരമാക്കിക്കൊണ്ട് ബെനഡിക്ട് അച്ഛനെ മോചിപ്പിക്കുവാൻ ഉത്തരവായി. 1967 ഏപ്രിൽ 8 അച്ഛൻ ജയിൽ മോചിതനായി. 9 മാസം കൊണ്ട് 9 പതിറ്റാണ്ടിൻ്റെ രൂപമാറ്റങ്ങൾ തൻ്റെ ശരീരത്തെ തളർത്തി എങ്കിലും ആത്മാവിൽ ജ്വലിച്ചവനായി ശുശ്രൂഷ പൗരോഹിത്യത്തിൽ അച്ഛൻ തുടർന്നു. ഞാൻ ചെറുപ്പമായിരുന്നു. അച്ഛനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛനെ ഒരിക്കലും ഇങ്ങനൊരു ഇത് ഉണ്ടാവുകയില്ല എന്നെനിക്ക് തീർച്ചയായിട്ടും അറിയാമായിരുന്നു. കോടതി കൊണ്ടുപോയി അന്നും കൂട്ടത്തിൽ പോയി. അത് കഴിഞ്ഞ് ശിക്ഷിച്ച് ജയിലിൽ കൊണ്ടുപോയി. അവിടെ പോയി കാണുമായിരുന്നു. പിന്നെ വെറുതെ വിട്ടപ്പോൾ പോയി കണ്ടു, തിരികെ ഇതിലേ വന്നു. പിന്നീട് ഉണ്ടായ സംഭവം, വർഷങ്ങൾ കഴിഞ്ഞു, അദ്ദേഹം അറിയപ്പെടുന്ന ഒരു രജപാലകനായിരുന്നു. ഇരുന്ന ഇടവകളിൽ പൊന്നുപോലെ ആളുകൾ അദ്ദേഹത്തെ കരുതുകയും അദ്ദേഹം ആളുകളെ സ്നേഹിക്കുകയും സേവനം ചെയ്യുകയും ചെയ്തതിന് ശേഷം അധികം ആകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം രോഗിയായി തീർന്നു. നാളുകൾക്ക് ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിനടുത്ത് മുടിയൂർക്കര സെൻറ്റ് ആൻ്റണീസ് വൈദിക മന്ദിരത്തിൽ ഹൃദ്രോഗിയായിരുന്ന അച്ഛൻ വിശ്രമ ജീവിതം നയിച്ചു പോന്നു. ബഹുമാനപ്പെട്ട ഓണംകുളത്തിലച്ഛൻ കേസിലെ പ്രതിയാക്കപ്പെട്ട സാഹചര്യത്തെക്കുറിച്ചൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. അതിനുശേഷം അദ്ദേഹത്തെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കി. ആ കാലഘട്ടത്തിൽ അച്ഛൻ തൻ്റെ വിശ്രമ ജീവിതം നയിച്ചത് ഈ സെൻറ്റ് ആൻ്റണീസ് പ്രീസ്റ്റ് ഹോമിലാണ്.
നിത്യതയുടെ തീരത്തേക്ക് യാത്ര പുറപ്പെടാൻ 1 വർഷം അവശേഷിച്ചിരിക്കെ ആ വലിയ സത്യം ലോകം അറിയുന്നത് 2000 ജനുവരി മാസം 14-ാം തീയതി. അബോർഷൻ നടത്തിയ ഡോക്ടറുടെ കുടുംബത്തിൽപ്പെട്ട 3 പേര് ചെന്ന് അച്ഛനോട് ക്ഷമ പറയുകയാണ്. ഞങ്ങളാണ്, എൻ്റെ അപ്പനാണിത് ചെയ്തത്, ഞങ്ങളുടെ കുടുംബത്തോട് പൊറുക്കണം എന്ന് പറഞ്ഞ ഒരു കൺഫെഷൻ, അതിന് സാക്ഷിയുണ്ട്. ഇത് എന്ന് പറയുന്നത് കേട്ട സാക്ഷികളുണ്ട്. 1994 മുതൽ ഞാൻ മുടിയൂർക്കര പള്ളിയുടെ കണക്കിനായിട്ട് ജോലി ചെയ്ത് വരികയാണ്. 2000 ആണെന്ന് തോന്നുന്നു. ഞാൻ ഒരു ദിവസം പള്ളിയിലെ കണക്കൊക്കെ എഴുതി പള്ളിമേൻ്റെ പുറകുവശത്ത് നിൽക്കുമ്പം ഈ പ്രീസ്റ്റോമിൻ്റെ വാതിക്കൽ ഒരു കാറ് വന്നിറങ്ങി. ഉദ്ദേശം ഒരു 10 മണി കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പം കാറിൽ നിന്ന് ഒരു 50 വയസ്സുള്ള ഒരു സ്ത്രീയും ഒരു പുരുഷനും ഇറങ്ങി. ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, പ്രീസ്റ്റോം എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ ഞാനും പ്രീസ്റ്റോം ചൂണ്ടി കാണിച്ചു കൊടുത്ത്. അത് കഴിഞ്ഞ് അവരെന്നോട് ചോദിച്ചു, ബഹുമാനപ്പെട്ട ബെനഡിക്റ്റ് ഓണംകുളം അച്ഛൻ്റെ മുറി ഏതാണെന്ന് ചോദിച്ചു. മുറി ഞാൻ കാണിച്ചു കൊടുത്തു. അങ്ങനെ ഞാനാണ് അവരെ അച്ഛൻ്റെ മുറിയിലേക്ക് കയറ്റി വിട്ടത്. പക്ഷേ എനിക്ക് അന്നേരം ഒന്നും മനസ്സിലായില്ല. അപ്പോൾ അവരവിടെ കയറി കുറച്ചേറെ സമയം കഴിഞ്ഞ് അവരിറങ്ങി പോകുന്നതും മുടിക്കര പള്ളി വന്ന് പ്രാർത്ഥിക്കുന്നതുമൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്ന് തിരക്കിയപ്പോഴാണ് അറിയുന്നത് അവരിങ്ങനെ അച്ഛനോട് എന്തോ ക്ഷമ പറയാൻ വന്നതായിട്ട് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ അതിനൊക്കെ സാക്ഷിയാണ്. അത് കഴിഞ്ഞ് പിന്നീട് അവരൊന്നും കൂടെ വന്നതായിട്ട് എനിക്കറിയാം. ഒരു പ്രാവശ്യം കൂടെ അവർ വന്നു അച്ഛനുമായിട്ട്. അപ്പം അച്ഛനോട് അവനെ ചെന്ന് ചോദിച്ചപ്പോൾ അച്ഛനോട് പറഞ്ഞു അതൊരു രഹസ്യം ആരോടും പറയുമൊന്നും വേണ്ടെന്ന് പറഞ്ഞ് അച്ഛനോട് പറയുകയും ചെയ്ത വിവരം. 2000 ഞാൻ മുടിയൂർക്കര പള്ളിയുടെ നടത്തുകൈക്കാരനായിരുന്നു. എൻ്റെ വീടും ഈ പള്ളിയുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുകയും അടുത്ത് തന്നെ ഉള്ള താമസക്കാരനുമാണ്. ഞാൻ എല്ലാ ശനിയും ഞായറും ഫാദർ ബെനഡിക്റ്റ് ഓണംകുളത്തിലച്ഛൻ്റെ മുറി സന്ദർശിക്കാറുണ്ടായിരുന്നു. 2000 മുമ്പായിട്ട് ഡോക്ടർ മരിച്ചുപോയി. ആ കുടുംബത്തിൽ ദയനീയമായ പരാജയവും മക്കളൊന്നിനൊന്നിന് ഓരോ ബിസിനസ്സിൽ ഏർപ്പെടുകയും ചെയ്യുമ്പോൾ പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്തത്. അപ്പോൾ ധ്യാനഗുരുവിൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് പോയ അവസരത്തിൽ ധ്യാനഗുരു പറഞ്ഞു, നിങ്ങൾക്ക് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ആ അച്ഛൻ്റെ അടുത്ത് പോയി ക്ഷമ പറയണമെന്ന് പറഞ്ഞ് ഡോക്ടറുടെ ഭാര്യയും 2 മക്കളും കൂടെ വരികയും ക്ഷമ പറയുകയും ചെയ്യുന്നത്. പെരിഞ്ചേരിൽ മണ്ണിൽ അച്ഛൻ എന്ന് പറഞ്ഞാൽ അച്ഛനും അദ്ദേഹത്തിൻ്റെ സഹവാസിയായിട്ട് അടുത്ത മുറിയിലുണ്ടായിരുന്നു. അച്ഛൻ അതിനെല്ലാം സാക്ഷിയായിരുന്നു. അച്ഛൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ്, പത്രവാർത്തകളും വന്നിട്ടുള്ളതാണ്. പിന്നെ ഈ വിവരങ്ങളെല്ലാം അച്ഛൻ എന്നോട് വ്യക്തമായി പറയുകയും നീ എഴുതി വയ്ക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ എഴുതി വയ്ക്കുവാൻ പറഞ്ഞിട്ടുള്ളതാണ്. മുടിയൂർക്കര ഹോളി ഫാമിലി ചർച്ചിലെ ഇപ്പോഴത്തെ കൈക്കാരനാണ് ഞാൻ. അന്ന് ഡോക്ടറുടെ കുടുംബവും ഇവിടെ വന്നിരുന്നു, അച്ഛനെ കാണാൻ വന്നിരുന്നു. അച്ഛനെ കാണുകയും അച്ഛനോട് അവർ കൂടുതൽ സംസാരിക്കുകയും അന്ന് ഒരുപാട് കരഞ്ഞ് സംസാരിക്കുകയൊക്കെ ചെയ്തു. അച്ഛൻ അവരോട് വളരെ ശാന്തമായിട്ട് സംസാരിച്ചതിന് ശേഷം നിങ്ങൾ പോയി തിരുക്കുടുംബക്കാരോട് നിങ്ങളുടെ സങ്കടങ്ങൾ പറയാനായിട്ടാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അവർ ഇങ്ങനെ സംസാരിച്ചതിൽ ഈ പുറത്ത് വന്നിരുന്ന് ഞങ്ങളോട് സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ അവർ വളരെ തകർന്ന നിലയിലായിരുന്നു അന്നത്തെ അവരുടെ അവസ്ഥ. ഈ സത്യം അന്ന് ലോകം അറിഞ്ഞിരുന്നു എങ്കിലും അതിൻ്റെ യഥാർത്ഥ വസ്തുതയിലേക്ക് സത്യാന്വേഷി വിരൽ ചൂണ്ടുകയായിരുന്നു. 2001 ജനുവരി 3 നിത്യതയുടെ തീരത്തേക്ക് സ്വർഗീയ സമ്മാനത്തിനായി ആ പുണ്യപുരുഷൻ വിളിക്കപ്പെട്ടു. കുംസാര രഹസ്യത്തിൻ്റെ അന്തസ്സത്ത കാത്തുസൂക്ഷിച്ചതിൻ്റെ പേരിൽ സഹനത്തിൻ്റെ തടവറയിലൂടെ ജീവിതാവസാനം വരെ സഞ്ചരിച്ച ബെനഡിക്റ്റ് അച്ഛൻ ആ നല്ല ഓർമ്മകൾ പുതിയ തലമുറയ്ക്ക് പ്രകാശമായി തീരട്ടെ. പൗരോഹിത്യത്തിൻ്റെ സുഗന്ധം പരത്താൻ വിളിച്ചേർക്കപ്പെട്ട പുരോഹിതർ അതിന് വിശുദ്ധി തിരിച്ചറിയട്ടെ. ഇനിയും ധാരാളം സത്യം തേടി സത്യാന്വേഷിക്ക് യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു. വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം.